ഹലോ ഗൈസ്, ബഷീർ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളെ സപ്പോർട്ട്, വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങളും പിഴവുകളും ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ എനിക്കത് ഒരു പ്രചോദനമാവും. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മട്ടൻ കറിയാണ്, ട്രഡീഷണൽ ലോക്കൽ സാലൂന. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 കിലോ മട്ടൻ എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നോക്കാം. ഇതേമാതിരി ക്ലിയറായിട്ട് കഴുകി ഇപ്പോൾ അടുപ്പത്ത് വെച്ചു. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇതിലുള്ള കച്ചറയും കാര്യങ്ങളൊക്കെ പുറത്ത് വരും. അതൊക്കെ കോരി ഒഴിവാക്കിയിട്ട് മസാലയൊക്കെ ഇടുന്നതൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ മട്ടൻ അവിടെ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉള്ളി എടുക്കാം. ഒരു ചെറുത് വലുതായിട്ട് ഒരു 11 ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് വെട്ടിയിട്ട് റെഡിയാക്കി വെക്കാം. ഓക്കെ. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി തയ്യാറാക്കി. ലോക്കൽ സാലൂണിന് നമ്മൾ പോകുന്ന ഗൈസ്. താല്പര്യമുള്ളൊരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യുക. അതുമാതിരി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ നൈസായിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തോളി. ഞാൻ ഈ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റീപ്ലൈ തരാം. കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ, കുക്കിംഗ് സംബന്ധമായിട്ട് എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ റെസിപ്പീസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ കഴിയുന്ന പരമാവധി ഹെൽപ്പ് ചെയ്യും. ഒരുപാട് സുഹൃത്തുക്കൾ കുക്കിംഗ് ഫീൽഡിൽ അവർക്ക് എനിക്കും ഒരുപാട് സഹായങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണം, സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ് ഉള്ള ആളാണ്. അപ്പോൾ ഇതുപോലെ കട്ടിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് 11 ഉള്ളി ചെറുതും വലുതുമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളി വെട്ടി റെഡിയാക്കി. ഉള്ളി വെട്ടി, പിന്നെ ഒരു 3 പട്ടൻ്റെ കഷ്ണം, ഒരു 4 ഇല, ഒരു 3 ചിക്കൻ സ്റ്റോക്ക്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ വെള്ളം തിളച്ച് കച്ചറ പൊന്തിയിട്ടുണ്ട്. നമുക്ക് എടുത്തിട്ട് ഈ ഉള്ളിയിലേക്ക് ആഡ് ചെയ്യാം. നല്ല രീതിയിൽ കച്ചറൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇതെല്ലാം കോരി ഒഴിവാക്കണം, എന്നാലാണ് വൃത്തിയാവും, പൂർണ്ണമായിട്ടുള്ള വൃത്തിയിലേക്ക് എത്തുക. ഓക്കെ. നല്ല വൃത്തിയിൽ ക്ലിയറായിട്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. സ്മെല്ലുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആടിൻ്റെ ചോയ അങ്ങനെയൊന്നും വരില്ല. നല്ല രീതിയിൽ കച്ചറൊക്കെ കോരി ഒഴിവാക്കി. അപ്പോൾ അതെല്ലാം വൃത്തിയിൽ കോരി ഒഴിവാക്കി കഴിച്ചു. ഇനി ഉള്ളി മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത്, ഓക്കെ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ ഇങ്ങോട്ട് വേവണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി വേണം. വലിയ തക്കാളി നോക്കിയിട്ട് ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ. അതുപോലെ 4 വലിയ തക്കാളി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതിലേക്ക് ഒരു 7 നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ. ഇത് ഇങ്ങോട്ട് നല്ലോണം അതിൽ ഉള്ളിടുമ്പോൾ തന്നെ ഇടാൻ നല്ലത്. നല്ലോണം വെന്ത് ഉടഞ്ഞ് ആ പുളി കറിയിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം. അതിന് ഒപ്പം തന്നെ തക്കാളിയും നാരങ്ങയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ.
ഒരു തുണി എടുക്കണം. അപ്പോൾ തുണി എടുത്തിട്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേമാതിരി നല്ല രീതിയിൽ തിളച്ച് ഇങ്ങനെ വരും. ആ സമയത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാണ്. ഒരു 1 2 3 സ്പൂണ്, കുറച്ച് 3 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കും. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് തലേൻ്റെ 2 സൈഡൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഈ തക്കാളി, നാരങ്ങ അതുകൂടി ചേർക്കാം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ വെന്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. വെള്ളം പരമാവധി അതിൽ കിടന്ന് വേണം. എന്നിട്ട് പിന്നെ തുറന്ന് വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം. അപ്പോൾ അതിലേക്ക് ചില 2 കൂസ, അതുപോലെ 2 ക്യാരറ്റ്, 3 ഉരുളക്കിഴങ്ങ്. ഇത് ഞാൻ ക്ലീനാക്കി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് നല്ല ഒഴിവാക്കി ഒന്ന് ഉഷാറായിട്ട് കഴുകിയെടുക്കുക. മണ്ണും ചളിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ, ഒന്നുമില്ല, ക്ലീൻ ആക്കിയതാണ്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം, വലിയ പീസാക്കിയിട്ട്. ഓക്കെ, 1 മണിക്കൂറായി കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ ആഡ് ചെയ്യാം. പെട്ടെന്ന് എല്ലാം വരുമ്പോൾ ഒരേ സമയത്ത് റെഡിയായി കിട്ടും. 1.25 മണിക്കൂർ കൊണ്ട് കറി നമ്മൾ സാലിന് റെഡി ആയിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ പച്ചക്കറി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഈ കറിയിലേക്ക് കൊടുക്കുന്നത് വൈറ്റ് റൈസാണ്. വൈറ്റ് റൈസിന് ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതിൻ്റെ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല, അതായത് ഇപ്പോൾ കുറച്ച് മസാല ചേർക്കാൻ പോകുന്നത് കുറച്ച് ലോക്കൽ മസാല. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ലോക്കലായിട്ട് സാധനങ്ങളെല്ലാം വാങ്ങി കേക്ക് വൃത്തിയാക്കി വറുത്ത് പൊടിച്ചെടുക്കുന്ന മസാലയാണ്. ഓക്കെ, 1 2 3 ഒരു 3.5 സ്പൂണ്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഒരു 3.5 സ്പൂണ് ഈ മസാലയാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ മസാല ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞ ലോക്കൽ മസാല അതൊരു 3-4 സ്പൂണിൻ്റെ അടുത്ത്, ചെറിയ സ്പൂൺ എടുത്തു. ഇത് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി 1 സ്പൂണ്, കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3/4 സ്പൂണ് മുളകും പൊടി, 1 സ്പൂണ് ഗരം മസാല, ഇതാണ് ഗരം മസാല. ഇത് കുറച്ച് ഒരു 3/4 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഒരു 3/4 സ്പൂണ് ചെറിയ ജീരകപ്പൊടി. അപ്പോൾ ഈ മസാല ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് ഉപ്പും. ഓക്കെ, അപ്പോൾ മട്ടന് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1-2 മസാലയും കൂടി വരാണ്ട് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, വെള്ളത്തിൽ കടന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് ഒന്നുകൂടി നല്ല സ്ലോ കുക്കിലായിട്ട് വരും. ഒരു 1.5-1.25 മണിക്കൂർ കൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചു, ആവട്ടെ.
അപ്പോൾ പിന്നെ വൈറ്റ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കാം. അതിനൊരു പാത്രം വേണം. അപ്പോൾ ഈ പാത്രമാണ് ഞാൻ അതിലേക്ക് ഈ പാത്രത്തിൽ ഒരു 5 ആൾക്കുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. 2 പാട്ട അങ്ങനെ പറയാം. ഓക്കെ, ഈ പാത്രം നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം എടുത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ചുടുവെള്ളമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് തക്കാളി പേസ്റ്റാണ്. ഒരു 150 ഗ്രാമിൻ്റെ അടുത്ത് തക്കാളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതും ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മസാലയൊക്കെ ആഡ് ചെയ്തോടുകൂടി കളറൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഉഷാറായ. അപ്പോൾ അതിലേക്ക് തക്കാളി പേസ്റ്റും കൂടി ഈ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. 150 ഗ്രാമിൻ്റെ അടുത്താണ്, ഒരു 150 ഗ്രാമിൻ്റെ അടുത്താണ് തക്കാളി പേസ്റ്റ് ചേർത്തത്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഇനി വെള്ളം അങ്ങോട്ട് വറ്റി വരണം ഗൈസ്. ആ വെള്ളം ഈ കത്തി വറ്റി അത് ആ സമയം കൊണ്ട് ആടും നല്ല രീതിയിൽ വണ്ട് കറക്റ്റാവും. ഇനിയും കൂടെ അടച്ചു വെക്കാം. ഓക്കെ, ആ സമയത്ത് നമുക്കിവിടെ വെള്ളച്ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കത്തിച്ച് ഇവിടെ ഇപ്പോൾ തിളച്ച് വരും. പരിയിട്ട് കൊടുക്കാം. ഓക്കെ, മട്ടൻ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റൈസിനുള്ള വെള്ളം വെച്ചു. ഓക്കെ, അപ്പോൾ അതിലേക്ക് ചെറിയ സലാഡ് വേണം. അപ്പോൾ ആ സലാഡിനുള്ളത് സെറ്റാക്കാം. സലാഡിനുള്ള വെജിറ്റബിൾ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും ഒരേമാതിരിയുള്ള സലാഡിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനിത് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയല്ല ഗൈസ്, ഇത് എല്ലാവർക്കും എൻ്റെ ബോസിനൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതന്നെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ കൈ ക്ലിയറാക്കി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് എടുക്കുന്നത് കസ്, ഒരു തക്കാളി, 2 കിയാറ്, ഒരു മുക്ക ക്യാരറ്റ്, 1/2 ക്യാപ്സിക്കം. ഓക്കെ, വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഇടാം. നമ്മുടെ ഇറച്ചിക്കറി നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂറിൻ്റെ അടുത്തായി. ആ സമയം നമ്മൾ 1 മണിക്കൂറിൻ്റെ അടുത്തായി. ഈ പച്ചക്കറി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെച്ച് വീണ്ടും വേവിക്കാം. സമയത്ത് ഇവിടെ അരി ഇടണം. വെള്ളം തിളച്ചു. ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും എണ്ണയും വെച്ച് കൊടുക്കട്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഇതിലേക്ക് 2 സ്പൂൺ പിന്നെ ഉപ്പും 1 സ്പൂണ് ഓയിലാണ് വെച്ച് കൊടുത്തത്. അത് വേവട്ടെ. നമ്മുടെ മട്ടൻ കറിയിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കുറച്ച് കുരുമുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടിയാണ് ചേർത്ത് കൊടുത്താൽ ഓക്കെ. കുറച്ച് ചേർത്താൽ മതി. ഒരു 1.5 സ്പൂൺ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ചേർക്കണം. കുരുമുളക് ഒന്ന് മൂടിയൊക്കെ ഇളക്കിയിട്ട് മൂടി വെക്കണം. അപ്പോൾ ഇറച്ചി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. റൈസ് ദമ്മിടാനായി. സലാഡ് സബ്ജി സലാഡ് കട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഗൈസ് ചോറ് ദമ്മിട്ടു.
മട്ടൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സലാഡാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ സലാഡ് കട്ട് ചെയ്യാം. സലാഡ് കട്ട് ചെയ്യണം. ഓക്കെ, സലാഡ് ബാക്കിയൊക്കെ റെഡിയായി കൊണ്ടിരിക്കുന്നു. സലാഡ് കട്ട് ചെയ്ത് വെച്ചാൽ കടിക്കെല്ലാം റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ കറി ഏകദേശം 1.5 മണിക്കൂറായി. അപ്പോൾ അതിലേക്ക് ഒരു ക്യാപ്സിക്കം, കുറച്ച് മല്ലിച്ചപ്പും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പും ക്യാപ്സിക്കം ഇവിടെ റെഡിയാണ്. അതിനി കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ കറിയൊക്കെ നല്ല അടിപൊളി കളറും വേവൊക്കെ ആയിട്ടുണ്ട്. ക്യാപ്സിക്കവും മല്ലിയിലയും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്ലോ കുക്കിൽ ഒരു 15 മിനിറ്റ് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൻ കറി, ട്രഡീഷണൽ മട്ടൻ കറി റെഡി. ഓക്കെ, അപ്പോൾ ഗൈസ് കറി എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്ട്. ഓക്കെ, ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകും. പൊളി സംഭവം. ഉപ്പും മസാലയും എല്ലാം നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേക നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് പിന്നെ നമ്മളെ കറി റെഡിയായി, റൈസ് റെഡിയായി, സലാഡ് റെഡിയായി. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ്, എൻ്റെ ഒരു അനുഭവമാണ്. നമ്മളെന്തെങ്കിലും സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കണം, കഷ്ടപ്പെടണം. ആ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ മാത്രം മതി. നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഒരു 12 വർഷം മുന്നേ ദുബായിലെത്തുമ്പോൾ ഒന്നും അറിയില്ല. ഇപ്പോൾ എന്തെങ്കിലും അറിയുമെന്നല്ല, എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സന്തോഷങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക, പണിയെടുക്കുക, ഇഷ്ടം പോലെ ആരോഗ്യം നോക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. സലാഡ് ഇവിടെ റെഡിയാണ്. ഇതാണ് സലാഡ് റെഡിയായി. ഇനി കറിയും റൈസും പാത്രത്തിലേക്ക് മാറ്റിയെടുക്കും. ഹലോ, അപ്പോൾ ചോറ് റെഡിയായി ഗൈസ്. ചോറ് അവിടെ റെഡിയാണ്. ഇനി കറിയും കൂടി ഉണ്ട്. കറി ഇപ്പോൾ റെഡിയാവും. ചോറ് റെഡിയായി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഭവബഹുലമായ 1.25 മണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രഡീഷണൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, നല്ല രീതിയിൽ എന്ത് ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഈ തലേനെടുത്തിട്ട് ഇതിലേക്ക് വെക്കാം. ഇങ്ങനെ വെക്കണം. കണ്ടോ? നെക്സ്റ്റ് ഈ ഒരു നല്ല പീസ് എടുക്കും. ഇന്നൊരു കൈ എന്താ ഇതേമാതിരി എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഓക്കെ.
പച്ചക്കറിയൊക്കെ നമുക്കിത് മാറ്റാം. നാരങ്ങയൊക്കെ നല്ല രീതിയിൽ പൊട്ടി ഉടഞ്ഞ് അതിൻ്റെ പുളിയൊക്കെ കറിയിലേക്ക് ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. ഈ നാരങ്ങ, ഉണങ്ങിയ നാരങ്ങ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എനിക്കറിയില്ലായിരുന്നു ആദ്യകാലത്തൊന്നും. ഉണങ്ങിയ നാരങ്ങ ഭയങ്കരമായിട്ട് നമുക്ക് ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കും. അതിനുള്ള കോശങ്ങൾ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളിട്ടാ. അപ്പോൾ കറി ഇതിലേക്ക് മാറ്റി ഇനി അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് മട്ടൻ കറി, വൈറ്റ് റൈസ്, സലാഡ്. ഓക്കെ.